സമാധാനം, ദാനം, ഉപവാസം എന്നീ 3 നോമ്പുകാല തൂണുകൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ ഉന്നതവുമായ പുണ്യമാണ് ശത്രുക്കളോടുള്ള സ്നേഹം, ശത്രുസ്നേഹം. നമ്മെ വെറുക്കുന്നവർക്കും നമ്മെ ഉപദ്രവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൈവവിളി നാം ഗൗരവമായി തന്നെ സ്വീകരിക്കണം. അതിനുള്ള മധ്യസ്ഥവരം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. നോമ്പുകാലത്തെ 11ാം ദിനമായ ഇന്ന് ഹൃദയത്തിലെ വിദ്വേഷത്തിൻ്റെ കറകൾ കഴുകിക്കളയാൻ നാം പരിശ്രമിക്കണം. യഥാർത്ഥ സ്നേഹം എന്നത് നമ്മെ സ്നേഹിക്കുന്നവരെ തിരികെ സ്നേഹിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പ്രത്യുത നമ്മോട് തിന്മ ചെയ്യുന്നവരോട് ക്ഷമിക്കാനും അവരോട് കരുണ കാണിക്കാനുമുള്ള ആത്മീയ കരുത്താണത്. മനോഹരമായ ഒരവസരമാണത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 ഈ സത്യം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പ്രതികാരം ചെയ്യാനുള്ള സ്വാഭാവികമായ വാസനയെ ദൈവകൃപയാൽ നാം മറികടക്കണം. കർത്താവായ യേശു കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ പീഡിപ്പിച്ചവർക്കായി പ്രാർത്ഥിച്ചത് നമുക്ക് നൽകിയ ഉദാത്തമായ മാതൃകയാണ്. ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ നാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ യഥാർത്ഥ മക്കളായി മാറുന്നു. സ്നേഹമെന്നത് ഒരു വികാരമല്ല, മറിച്ച് ക്രിസ്തുവിനെ പ്രതി നാം എടുക്കുന്ന തീരുമാനമാണ്. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസമുണ്ടാകണമെങ്കിൽ മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം നാം ഉപേക്ഷിച്ചേ മതിയാകൂ. ഉപവാസത്തിലൂടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന നാം ദാനധർമ്മത്തിലൂടെയും സ്നേഹത്തിലൂടെയും നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കണം. ഈ നോമ്പുകാലം വൈരാഗ്യങ്ങൾ മറക്കാനും ഹൃദയങ്ങൾ തുറക്കാനുമുള്ള വീണ്ടും നമുക്ക് നൽകിയ ഒരു അവസരമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലൂടെ ലോകത്തിലേക്ക് ഒഴുകട്ടെ. അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നിശബ്ദമായ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ശത്രുക്കൾക്കായി ദൈവാനുഗ്രഹം യാചിക്കാം, മധ്യസ്ഥരാവാം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ആത്മീയ യാത്ര നമ്മെ കൂടുതൽ ദൈവത്തോടടുപ്പിക്കും. കർത്താവായ യേശുവിൻ്റെ കാരുണ്യം നമ്മുടെ ഹൃദയങ്ങൾ നിറയട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ പിതാവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കൃപ കാണിക്കുകയും ചെയ്യട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ ദയാപൂർവം കടാക്ഷിക്കുകയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. ആമേൻ.